നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ റെസിപ്പി. മില്ലറ്റ് ബേസ് ചെയ്തിട്ടുള്ള തന്നെ ഒരു റെസിപ്പി ആട്ടോ ഇത്. മിക്സഡ് ഫ്രൂട്ട്സ് ആൻഡ് മില്ലറ്റ് ഫ്ലേക്സ് ആണിത്. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ മിക്സഡ് ഫ്രൂട്ട്സ് എടുത്തിരിക്കുക കേട്ടോ. ഇത് ബനാനയാണ്, അര പീസ് ബനാന കേട്ടോ. നമ്മുടെ നേന്ത്രപ്പഴമല്ല, ചെറുപഴമാണ്. ചെറുപഴത്തിൽ തന്നെ നാട്ടുപൂവൻ, അതിൻ്റെ അര പീസ് എടുത്തിട്ടുള്ളത്. അര പീസ് മാങ്ങ, ഒരു മാങ്ങയുടെ പകുതി ഭാഗമാണിത്. ഇതൊരു അര കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതെല്ലാം വീട്ടിൽ തന്നെയുള്ള ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ നട്ട്സ് എടുക്കുകയാണ്. നട്ട്സ് വരുമ്പോഴും നട്ട്സ് ഒരു പ്രോട്ടീൻ പോർഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ നട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളത്. ബദാം എടുത്തിട്ടുണ്ട്, 10ഓളം ബദാമിനെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സും ചെറുതാക്കിയിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഡേറ്റ്സ് എടുത്തിട്ടുള്ളത്, നല്ല വലുപ്പമുള്ള ഡേറ്റ്സ് തന്നെയാണ്. അടുത്തതായിട്ട് ഫിഗാണിത്. ഫിഗ് ഞാൻ ഒരെണ്ണം ചെറുതാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. ഒരെണ്ണം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുകയൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പീനട്ട് ഒക്കെ ഉപയോഗിക്കാം. ഏത് നട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. കാഷ്യൂ, ആൽമണ്ട്സ് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മില്ലറ്റ് ഫ്ലേക്സ് ആണ്. ഇവിടെ എടുത്തിട്ടുള്ളത് റാഗിയുടെ ഫ്ലേക്സ് ആണ്. ഇത് സ്വീറ്റൻഡ് ആണ്. ജാഗരി ചേർത്തിട്ട് ചെറുതായിട്ടൊരു മധുരമുണ്ട്, ഭയങ്കര മധുരമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ മില്ലറ്റ് ചേർക്കുകയാണ്. ഇത് 1/4 കപ്പ് മില്ലറ്റ് ഫ്ലേക്സ് ഉണ്ട് കേട്ടോ. ഒരു ഫുൾ മീലായിട്ട് തന്നെയാണ് നമുക്കിത് സെർവ് ചെയ്യാവുന്നത്. നല്ല ഉച്ചയ്ക്കൊക്കെയുള്ള ഒരു ലഞ്ചായിട്ട് സെർവ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റായിട്ട് സെർവ് ചെയ്യാം, ഇനി ഡിന്നറായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൂട്ട്സിന് പകരം വെജിറ്റബിൾസ് ഓപ്ഷൻ എടുക്കാം. നമുക്ക് കുക്കുംബർ, ടൊമാറ്റോ, ഓനിയൻ ഇതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് തേന് കൂടി ഒന്ന് ഒഴിച്ചു വിടുക. അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. 1-2 ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ക്രിസ്പി ആയിട്ടുള്ള മില്ലറ്റിൻ്റെ ക്രഞ്ചിനെസ്, അതുപോലെ തന്നെ തേന്, പിന്നെ ഈ ഫ്രൂട്ട്സുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്നുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ചേർക്കാവുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ഫൈനലി പാൽ ഒഴിക്കുകയാണ്. ഇവിടെ ഞാൻ തണുപ്പിച്ച പാലാട്ടോ ഉപയോഗിക്കുന്നത്. ഇത് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ തണുപ്പിച്ച പാൽ ഒഴിക്കുന്നത്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ഫ്ലേക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണിത്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാലോ വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ന്യൂട്രീഷൻ പാക്ക് ചെയ്ത് വരുന്ന ഒരു റെസിപ്പിയുടെയാണിത്. ഞാനിവിടെ ഈ ഫ്രൂട്ട്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ പാലൊഴിച്ചിരിക്കുന്നത്. ഏകദേശം 1/2 കപ്പ് പാലാട്ടോ ഇതുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇനി സ്കിംഡ് മിൽക്കൊക്കെ വേണമെങ്കിൽ ആ രീതിയിലോട്ടും പോകാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.